എല്ലാവരുടെയും ഫേവറേറ്റ് ഡിഷായ ഉന്നക്കയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഒത്തിരി പഴുത്തു പോകാത്ത മീഡിയം പാകത്തിനുള്ള പഴം വേണം നമുക്കിതിനു വേണ്ടി സെലക്ട് ചെയ്യാൻ. ഇതിനു വേണ്ടി 8 പഴം എടുത്തിട്ടുണ്ട്. ഇത് 5 മിനിറ്റ് സ്റ്റീമറിൽ വേവിച്ചെടുക്കുക. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഫില്ലിംഗ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് എടുത്ത് ചൂടാക്കുക. അതിനകത്തോട്ട് ഫില്ലിംഗ് ആയിട്ടുള്ള കാഷ്യൂ, ബദാം, ഡേറ്റ്സ് ഇവ ആഡ് ചെയ്ത് നന്നായി വറുത്തെടുക്കുക. നമ്മുടെ ഇഷ്ടം പോലെ ഉണക്കമുന്തിരി, ഏലക്ക ഇവയൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ആഡ് ചെയ്യുക. ശേഷം ഒരു 1/4 കപ്പ് പഞ്ചസാരയും ആഡ് ചെയ്ത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മുടെ പഴം പുഴുങ്ങി റെഡി ആയിട്ടുണ്ട്. ഈ പഴം നല്ലൊരു മാഷർ വെച്ചിട്ട് മാഷ് ചെയ്തെടുക്കുക. ഒരു ഫോർക്ക് യൂസ് ചെയ്താലും മതി. ഒത്തിരി പഴുത്ത് പോയിട്ടില്ലെങ്കിൽ നമുക്കിതൊരു മിക്സിയുടെ ജാറിൽ ഒരു പൾസ് കൊടുത്താൽ അത് നന്നായിട്ട് സ്മൂത്തായിട്ട് കിട്ടും. ഇനി നമുക്ക് ഉന്നക്ക ഉരുട്ടാൻ തുടങ്ങാം. കുറച്ച് ഉന്നക്ക എടുത്ത് പഴം എടുത്ത് കയ്യിൽ ബോൾ പോലെ ഉരുട്ടിയെടുക്കുക. അതിനകത്തൊരു കുഴി ഉണ്ടാക്കിയിട്ട് നമ്മളുണ്ടാക്കിയ ഫില്ലിംഗ് അതിനകത്ത് വെച്ച് 2 സൈഡും ഒട്ടിച്ചു കൊടുക്കുക. നല്ലവണ്ണം ഉരുട്ടിയെടുക്കുക. നല്ലൊരു ഷേപ്പ്, പഞ്ഞിക്കായുടെ ഷേപ്പ് ആകുമ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്ത് ഒന്ന് സ്മൂത്തൻ ചെയ്ത് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ എല്ലാ ഉന്നക്കയും ഉരുട്ടിയെടുക്കുക. കണ്ടില്ലേ, എല്ലാ ഉന്നക്കയും ഉരുട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഫ്രീസ് ചെയ്തും വെക്കാം. അപ്പം ആവശ്യത്തിനുള്ള ഉന്നക്ക ഉണ്ടാക്കിയിട്ട് സിപ്പ് ലോക്ക് ബാഗിലാക്കി നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലെടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക. ആവശ്യാനുസരണം വറുക്കുന്നതിന് അല്പം മുമ്പ് പുറത്തെടുത്ത് വെച്ചിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വിഭവം, ഇഫ്താർ വിഭവം ഉന്നക്ക എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വരെ ഉണ്ടാക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.